മനോഹരമായിട്ടുള്ള ഒരു ക്യാപ്സൂൾസ് നമുക്ക് ഈ ഒരു സെഷനിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മിറക്കിൾ മോർണിംഗിന്റെ ആ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ആ ഒരു ഇമ്പാക്ട് എനിക്ക് പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്റെ ടീം അംഗങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മിറക്കിൾ മോർണിംഗിൽ വന്നിരുന്ന് എല്ലാ ദിവസവും മുടങ്ങാതെ നിന്ന് പോകാതെ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഓരോ ആളുകളുടെയും ഗ്രോത്ത് എന്ന് പറയുന്നത് അത് ഒരു മാസീവ് ഗ്രോത്തിലേക്ക്, ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോത്തിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ടീമിൽ ഈ ഒരു സെഷൻ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവരെ വിളിക്കാനും അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ പ്രചോദിപ്പിച്ച് ഇവിടെ കൊണ്ട് നിർത്താൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള രീതിയിലല്ല ഇതിനപ്പുറത്തേക്ക് ഒരു വലിയ ഗ്രോത്തിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. സോ നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. ടു ദ പ്രോഡക്ട്സ്. അടുത്തത് നമ്മുടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് പ്രോഡക്ട്സ് കൊണ്ടാണ്. എന്താ കാര്യം, ഈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളതിനെ പലപ്പോഴും ആളുകൾ ഒരു സെക്കൻഡറി ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളതിനെ നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്. എങ്കിൽ പോലും ഈ പ്രൊഡക്ട്സിനോട് നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനകത്ത് പല ആസ്പെക്ട്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ലൈഫിൽ ഒരു വലിയ ടേൺ അറൗണ്ട് കൊണ്ടുവന്നത് ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ളതായിരിക്കുന്ന ഫുഡ് സപ്ലിമെന്റ്സ് ആണ്. ഇത് എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് വലിയ രീതിയിലുള്ളതായിരിക്കുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്റെ ഹെൽത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്ട്സ് ആയതുകൊണ്ട് എനിക്കത് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഞാനത് കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഫുഡ് സപ്ലിമെന്റ്സിനെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള പ്രോഡക്ട്സ്, ധാരാളം പ്രോഡക്ട്സ് ഉണ്ട്. ഈ പ്രോഡക്ട്സ് ഒക്കെ നമ്മളെ ദീസ് പ്രോഡക്ട്സ് മേക്ക് യു റിച്ച് എന്നുള്ളതാണ്. നമ്മളെ റിച്ച് ആക്കുന്നത് ഈ പ്രോഡക്ട്സ് ആണ്, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ടീമിൽ നടക്കുന്നതായിരിക്കുന്ന ഈ ഒരു PV എന്ന് പറയുന്നത് ആ പ്രോഡക്ട്സ് ആളുകൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുമ്പോഴുള്ള റിസൾട്ടാണ്. അല്ലെങ്കിൽ അതാണ് അവരെ വീണ്ടും വീണ്ടും മേടിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതും വീണ്ടും വീണ്ടും ഈ ബിസിനസ്സിൽ നിൽക്കാൻ അവരെ പ്രചോദിപ്പിക്കുന്നതും വീണ്ടും വീണ്ടും പുതിയ ആളുകളിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ അവരുടെ നീഡ്സ് അഡ്രസ് ചെയ്യാൻ പാകത്തിലുള്ളതായിരിക്കുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഈ പ്രോഡക്ട്സ്. അപ്പൊ അത് നമുക്ക് ഇത്രയും വണ്ടർഫുൾ ആയിട്ട് പാക്ക് ചെയ്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്കതിന്റെ നല്ല ക്വാളിറ്റിയോടുകൂടി തരുന്ന, ഇന്റർനാഷണൽ ക്വാളിറ്റിയോടുകൂടി തരുന്ന ഒരു കമ്പനി. അപ്പോൾ ആ പ്രൊഡക്ട്സ് നമുക്ക് അമേസിംഗ് ആണ്. നമ്മുടെ ഈ ബിസിനസ്സിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു ഗ്രോത്ത്. ഞങ്ങൾ ഇന്നലെ സത്യം പറഞ്ഞാൽ വയനാട്ടിൽ പോയ സമയത്ത് അവിടെ ഞങ്ങൾക്ക് ഈ ബിസിനസിനെ പറ്റി ഓൾറെഡി അവിടെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ പേരിൽ അല്ലെ ആ ലേബലില് ധാരാളം കമ്പനികളും ധാരാളം ആളുകളും ചെന്ന് സത്യം പറഞ്ഞാല് വളരെയധികം എന്താണ് മോശമാക്കി കളഞ്ഞൊരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ. അതാണ് എനിക്ക് അവനെ കാണാൻ സാധിച്ചത്. എന്നാൽ അവിടെ ഈ ഒരു ബിസിനസിനെ പറ്റി പറയുന്ന സമയത്തൊക്കെ വളരെ എന്താണ് ലേസി ആയിട്ട് അല്ലെങ്കിൽ വളരെ കെയർലെസ് ആയിട്ടൊക്കെ ഒരു പരിധിവരെ പലരും അത് കേട്ടിരുന്നു. എന്നാൽ ഞങ്ങള് അങ്ങനെ ഇരുന്ന ആളുകൾ പോലും ഞങ്ങൾ ഈ പ്രൊഡക്ട്സിന്റെ ഡെമോൺസ്ട്രേഷൻ കാരണം കാണിച്ച സമയത്ത് വളരെ എന്താ പറയണ്ടേ, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ ആറ്റിറ്റ്യൂഡിലും അവരുടെ ഒരു വാക്കുകളിലും അവരുടെ ബിഹേവിയറിലും അവരുടെ റെസ്പോൺസിലും ഒക്കെ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. നമ്മളെ അത്രയധികം കോരിത്തെരിപ്പിക്കുന്നതായിരിക്കുന്ന മാറ്റങ്ങളാണ്. അതാണ് ഈ നമ്മുടെ പ്രോഡക്ട്സിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് വി ആർ ഓൾ അക്കൗണ്ടബിൾ ടു ദീസ് പ്രോഡക്ട്സ്. നമ്മൾ ഈ പ്രോഡക്ട്സ് നമ്മളെ റിച്ച് ആക്കുന്ന പ്രോഡക്റ്റ് ആണ്. സോ വി ആർ അക്കൗണ്ടബിൾ. ഒരു സംശയം വേണ്ട കാര്യത്തില്. ഇനി കൂടുതൽ അതിനെ കുറിച്ച് പിന്നീട് ഞാൻ സംസാരിക്കാം. കാരണം ഒരുപക്ഷെ പലർക്കും അത് റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ആ പ്രോഡക്ട്സിന്റെ അങ്ങേയറ്റം എന്താണ് നിസ്തുല്യമായിട്ടുള്ള അതിന്റെ ആ ഒരു സവിശേഷതകളുടെ ഒരു ബാക്കി പത്രമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും. ഈ പ്രോഡക്ട്സ് ഉപയോഗിച്ചാണ് എന്റെ ലൈഫിൽ മാറ്റം വന്നത്, അല്ലെങ്കിൽ എന്റെ ചിന്തകൾക്കും എന്റെ ലക്ഷ്യങ്ങൾക്കും ഒക്കെ മാറ്റം വരുത്തിയത്, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എന്റെ ആരോഗ്യത്തിന് എനിക്ക് ഈ ഒരു ബിസിനസ്സിനോടുള്ള അപ്രോച്ചിനൊക്കെ മാറ്റം വരുത്തിയത് ഈ പ്രോഡക്ട്സ് ആണെന്ന് പറയുന്ന അനേകർ ഇവിടെ ഇരിപ്പുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പ്രോഡക്ട്സ് കൊണ്ട് നമ്മൾ വളരെയധികം അക്കൗണ്ടബിൾ ആയിരിക്കണം. ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ അതുകൊണ്ട് തന്നെ അതിനെ അക്കൗണ്ടബിൾ ആയിരിക്കുക എന്ന് പറയുമ്പോൾ ആ പ്രോഡക്ട്സ് നമ്മൾ പരിചയപ്പെടുത്തുന്നതിൽ നമ്മൾ അക്കൗണ്ടബിലിറ്റി കാണിക്കുന്ന ഞാൻ പറഞ്ഞത്. ആ പ്രോഡക്ട്സിന്റെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ അതിന്റെ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ആൾക്കാരോട് അവതരിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. വെറുതെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന പോലെ ഒരു സെയിൽസ്മാൻ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കാരണം അതിന് അതിൻ്റെതായിരുന്ന ഒരു വാല്യൂ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും. ആ തരത്തിൽ നമ്മൾ ഈ പ്രൊഡക്ട്സിനോട് നമ്മൾ അക്കൗണ്ടബിൾ ആണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം വെച്ചാൽ ടു ദി മാനേജ്മെന്റ്. എന്താണ് നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? നമുക്ക് ഇത്ര മനോഹരമായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്ന ഒരു മാനേജ്മെന്റ് ആണ് വെസ്റ്റീജിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ അവരോട് അക്കൗണ്ടബിൾ ആയിരിക്കേണ്ട ആവശ്യമുണ്ട്.
കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് കുറെ സീസണുകളായിട്ട് ആളുകൾ തേടി നടന്ന അല്ലെങ്കിൽ ആളുകൾ ആഗ്രഹിച്ച് നടന്ന സ്വപ്നം കണ്ട് നടന്ന ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പ്യൂറസ്റ്റ് ഫോം ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, ആ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിലേക്ക് സൗജന്യമായിട്ട് വെച്ച് നീട്ടിയ ഒരു മാനേജ്മെന്റ് ആണ് നമ്മുടെ വെസ്റ്റേജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ വി ആർ ഓൾ അക്കൗണ്ടബിൾ ടു ദം. നമ്മൾ ആ ഒരു മാനേജ്മെന്റിനോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവരാണ്. നമ്മളതിന് അങ്ങേയറ്റം താങ്ക്ഫുൾ ആയിട്ട് നമ്മൾ നിൽക്കുകയും അതിനനുസരിച്ചിട്ട് അവരോട് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കും വേണം. കാരണം ഇത്തരത്തിലൊരു അവസരം നമുക്ക് വെച്ച് നീട്ടിയിട്ട് നമ്മൾ എത്രമാത്രം അതിന് ആൻസറബിൾ ആകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ഇതിനകത്ത് റെസ്പോൺസിബിൾ ആണ്, നമ്മൾ എത്ര ആളുകളിലേക്ക് നമുക്കിത് വെച്ച് നീട്ടാൻ സാധിക്കുന്നുണ്ട്, ഓരോ ദിവസം നമുക്ക് എത്ര പേരിലേക്ക് ഇത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്ര വണ്ടർഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അവസരം നമ്മുടെ കയ്യിലോട്ട് വെച്ച് തന്നിട്ട് നമ്മളിത് വെറുതെ കൈപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ നമ്മളതിനെ എന്താണ് കാണുന്നവരോടൊക്കെ അതിലേക്കും പോകുന്നവരോട് തോന്നിയ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോ നമ്മൾ എഫക്റ്റീവായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ കൃത്യതയോടുകൂടി നമ്മളിത് ആളുകളോട് സംസാരിക്കാറുണ്ടോ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാറുണ്ടോ ഇത് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിന് നമ്മൾ അവരോട് അങ്ങേയറ്റം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, അവരോട് നമ്മൾ അക്കൗണ്ടബിൾ ആയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നാണ് അറിയിക്കാനായിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, അൾട്ടിമേറ്റ്ലി ടു ഗോഡ്, അല്ലെ, നമുക്ക് ഇത്തരത്തിലൊരു അവസരം നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ ആളുകളെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തത് മറ്റാരും